സിംഗപ്പൂരിനെയും റോട്ടർഡാമിനെയും മാതൃകയാക്കി കേരളം ലോകത്തിന്റെ കപ്പൽ പാതകളിൽ കീഴടക്കാൻ ഒരുങ്ങുകയാണോ? വെറും 400 കോടി രൂപ കൊണ്ട് ഈ ആഗോള മാരിടൈം യുദ്ധത്തില് ജയിക്കാൻ വി ഡി സതീശൻ സർക്കാരിന് സാധിക്കുമോ? അതോ ഇതൊരു വെറും ബജറ്റ് പ്രഖ്യാപനം മാത്രമാണോ? അതേ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തെയും സമ്പദ് വ്യവസ്ഥയും മാറ്റിമറിക്കാൻ പോകുന്ന മിഷൻ സമുദ്ര എന്ന 400 കോടി രൂപയുടെ മെഗാ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ആദ്യ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 3 ഭാഗങ്ങളിലുള്ള ഒരു പ്രത്യേക പരമ്പരയാണ്. നോക്കൂ, കേരളത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്തെയും വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങളെയും തമ്മിൽ കൃത്യമായിട്ട് ബന്ധിപ്പിച്ച് ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ശരിയാണ്, ആദ്യ നോട്ടത്തില് ഇത് ഒരു വലിയൊരു വിപ്ലവമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അന്താരാഷ്ട്ര നയരൂപീകരണങ്ങളെയും സുസ്ഥിര വികസനങ്ങളെയും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെയും മുൻനിർത്തി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി പരിശോധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞത്തിന്റെ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 മുതൽ 12 വരെ നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അതായത് കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര കപ്പലുകൾക്ക് റൂട്ട് ഒട്ടും വ്യതിചലിക്കാതെ തന്നെ വന്ന് കയറാൻ പറ്റിയ ഇന്ത്യയിലെ ഏക പ്രകൃതിദത്ത ആഴക്കടൽ തുറമുഖമാണിത്. അതുകൊണ്ട് തന്നെ ചരക്കുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി കയറ്റുന്ന ഒരു കിടിലൻ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട് മാറാൻ വിഴിഞ്ഞത്തിന് എല്ലാ യോഗ്യതയും ഉണ്ട്. ഇവിടെയാണ് സർക്കാർ സിംഗപ്പൂർ റോട്ടർഡാം മാതൃകകൾ കടമെടുക്കുന്നത്. നോക്കൂ, ലോകത്തിന്റെ മാരിടൈം ഭൂപടം തന്നെ മാറ്റിവരച്ച സിംഗപ്പൂർ വളർന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ട്രാൻസ്ഷിപ്മെന്റ്, 2 ബങ്കറിംഗ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ആഗോള കേന്ദ്രമായിട്ട് സിംഗപ്പൂർ മാറി. മറുഭാഗത്താണെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമായ നെതർലൻഡ്സിലെ റോട്ടർഡാം വിജയിച്ചത് തുറമുഖത്തെ അവരുടെ കായലുകളുമായിട്ടും ഉൾനാടൻ ജലപാതകളുമായിട്ടും കൃത്യമായിട്ട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ്. റോഡ് മാർഗമുള്ള ചരക്കു നീക്കം പരമാവധി കുറച്ച് ജലമാർഗം വഴി വളരെ കുറഞ്ഞ ചെലവില് ചരക്കെത്തിക്കുന്ന റോട്ടർഡാം മോഡലാണ് മിഷൻ സമുദ്രയിലൂടെ ഇപ്പോൾ കേരളവും ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വശത്തിലേക്ക് വരാം. അതായത് ഗ്രീൻ ബങ്കറിംഗ് റേസ്. പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പകരം ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾക്ക് കപ്പലുകൾ നൽകുന്ന സംവിധാനമാണിത്. നിലവില് UK എഡിൻബറയില് എനർജി അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്ന ആളെന്ന നിലയിലും അന്താരാഷ്ട്ര തലത്തില് യങ്കോയുടെ ജസ്റ്റ് ട്രാൻസിഷൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഫെസിലിറ്റേറ്റർ എന്ന പദവി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിലും ആഗോള ഊർജ പരിവർത്തനം അല്ലെങ്കിൽ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ എത്ര കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈനിലാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നിരന്തരം നിരീക്ഷിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര ഗ്ലോബൽ റെഗുലേഷൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO പുറത്തുവിട്ട ഹരിതഗൃഹ വാതക നയപ്രകാരം 2050ഓടെ ആഗോള ഷിപ്പിംഗ് മേഖലയിലെ കാർബൺ ഉദ്വമനം നെറ്റ് സീറോ ആക്കണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അതായത് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഇനി ഗ്രീൻ ഇന്ധനങ്ങളിലേക്ക് മാറിയേ തീരൂ. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ വ്യാപാര വികസന സമിതി UNCTAD റിവ്യൂ ഓഫ് മാരിടൈം ട്രാൻസ്പോർട്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വരും വർഷങ്ങളിൽ ഗ്രീൻ ഇന്ധനങ്ങൾ ലഭ്യമാക്കുന്ന തുറമുഖങ്ങൾക്ക് മാത്രമേ ആഗോള വിപണിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്നതാണ്. അതുകൊണ്ട് ദുബായിലോ അല്ലെങ്കിൽ കൊളംബോയിലോ ഈ സൗകര്യമൊക്കെ ഒരുക്കുന്നതിന് മുൻപ് ഗ്രീൻ ബങ്കറിംഗ് സ്റ്റേഷനുകൾ നമ്മുടെ വിഴിഞ്ഞത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ വൻകിട മദർഷിപ്പുകളെല്ലാം വിഴിഞ്ഞത്തിലേക്ക് ഒഴുകിയെത്തും. കേരളം ഭാവിയിലെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഇനി ഈ പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളുമാണ്. വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, അതുപോലെ തന്നെ കപ്പൽ അറ്റകുറ്റപ്പണികളിൽ എന്നിവയിലൂടെ 10,000 കണക്കിന് നേരിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. രണ്ടാമതായിട്ട് അഡീഷണൽ റവന്യൂ ആണ്. ഇപ്പം കപ്പലുകളിൽ നിന്നുള്ള പോർട്ട് ഡ്യൂട്ടി, ഇന്ധന വിതരണത്തിനുള്ള വരുമാനം എന്നിവ വഴി കേരളത്തിലെ റവന്യൂ വരുമാനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവും. ഇനി ദോഷങ്ങളും ആശങ്കകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായി തീരദേശ നാശം. വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം തുടങ്ങിയതിനു ശേഷം തിരുവനന്തപുരം തീരപ്രദേശങ്ങളിൽ കടുത്ത കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതായിട്ട് വൻകിട കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും. തുറമുഖ വികസനത്തിനായിട്ട് റെയിൽ, റോഡ് കോറിഡോറുകൾ നിർമ്മിക്കുമ്പോൾ 100 കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ കഥ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ടത്.
ഒരു അന്താരാഷ്ട്ര ഗ്രീൻ ബങ്കറിംഗ് ടെർമിനലോ ആധുനിക ലോജിസ്റ്റിക്സ് പാർക്കോ നിർമ്മിക്കാൻ ആയിരക്കണക്കിന് കോടി രൂപ വേണം. എന്നിട്ടാണ് വി.ഡി. സതീശൻ സർക്കാർ ഈ മെഗാ പ്രോജക്റ്റിനായിട്ട് വെറും 400 കോടി രൂപ മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് കടലില് കായം കലക്കുന്നതിന് തുല്യമല്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ബജറ്റിൽ ഒട്ടും വ്യക്തമല്ല. ഈ പദ്ധതി വെറും ഒരു പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങാതെ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് എന്താണ് ചെയ്യേണ്ടത്? ചില ആഗോള ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ലാൻഡ് ലോഡ് പോർട്ട് മോഡൽ നടപ്പാക്കുക. സർക്കാർ നേരിട്ട് പണം മുടക്കി ടെർമിനൽ പണിയുന്നതിന് പകരം സ്ഥലം മാത്രം ഏറ്റെടുത്ത് നൽകി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം പൂർണ്ണമായിട്ടും ആഗോള കമ്പനികൾക്ക് വിട്ടു നൽകുക. PSA ഇന്റർനാഷണൽ സിംഗപ്പൂരിൽ ചെയ്തതും ഇതേ മോഡലാണ്. രണ്ടാമതായിട്ട് ഗ്രീൻ ഫണ്ടിങ്ങും അന്താരാഷ്ട്ര പങ്കാളിത്തവും. ഇതിനായിട്ടുള്ള തുക കണ്ടെത്താൻ വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയിൽ നിന്നുള്ള ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. യൂറോപ്പിലെ റോട്ടർഡാം പോർട്ട് തങ്ങളുടെ ഡീകാർബണൈസേഷൻ പ്രോജക്റ്റുകൾക്കായിട്ട് യൂറോപ്യൻ യൂണിയന്റെ ഗ്രീൻ ഫണ്ടുകളാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തീരദേശ ജനതയെ പങ്കാളികളാക്കുക. പരിസ്ഥിതി പ്രശ്നങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും ഒഴിവാക്കാൻ ജർമ്മനിയിലെ ഹാംബർഗ് പോർട്ടിൽ നടപ്പാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി ട്രസ്റ്റ് മോഡൽ നമുക്ക് മാതൃകയാക്കാം. ഞാൻ മുമ്പ് സേവ് ദ ചിൽഡ്രൻ ഇന്റർനാഷണലില് പ്രവർത്തിച്ച ഒരു കാലയളവില്, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡില് റീജിയണൽ ഇക്വാലിറ്റി കൗൺസിലിന്റെ ഭാഗമായിരുന്നപ്പോഴൊക്കെ താഴെത്തട്ടിലുള്ള കമ്മ്യൂണിറ്റികളെ അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനവും വിജയിച്ചിട്ടില്ല എന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ ഊർജ്ജ പരിവർത്തന ഘട്ടത്തിലും തീരദേശ ജനതയെ നമ്മൾ ഒപ്പം കൂട്ടണം. പോർട്ടിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു നിശ്ചിത വിഹിതം തീരദേശ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസിനുമായിട്ട് മാറ്റിവെക്കണം. ഒപ്പം പ്രാദേശിക യുവാക്കൾക്ക് മാരിടൈം കോഴ്സുകളിൽ പ്രത്യേക പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുകയും വേണം. ചുരുക്കത്തില് മിഷൻ സമുദ്രയുടെ ആഗോള ബ്ലൂ പ്രിന്റ് വളരെ മികച്ചതാണ്. അന്താരാഷ്ട്ര തലത്തില് വലിയൊരു സാധ്യത തന്നെയാണ് വിഴിഞ്ഞത്തിന് മുന്നിലുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും സ്വകാര്യ പങ്കാളിത്തവും ഇല്ലെങ്കിൽ ഇതൊരു കടലാസ പദ്ധതിയായിട്ട് ഒതുങ്ങിപ്പോകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെറും 400 കോടി രൂപ കൊണ്ട് സിംഗപ്പൂരിനെ തോൽപ്പിക്കാൻ കേരളത്തിന് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതിന്റെ രണ്ടാം ഭാഗത്തില് കേരളത്തിന്റെ ഉൾനാടൻ ജലപാതകളെ ഇത് എങ്ങനെ മാറ്റും എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കൂടുതൽ വിവരങ്ങൾ വായിച്ചറിയാൻ എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.